ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബോക്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓഗസ്റ്റിൽ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ പാർട്ടാണെന്ന് പഠിച്ചാലോ. ക്ലാസ്സിലേക്ക് പോവാം, സമയം കളയണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? കാട്ടാക്കട. ഏതാണ്? കാട്ടാക്കട പഞ്ചായത്താണ്. കാട്ടാക്കട പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് അറിയാലോ? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. കാട്ടാക്കട എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? കാട്ടാക്കടയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ M.S. സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണത്? മഹാരാഷ്ട്രയാണ്. എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ M.S. സ്വാമിനാഥൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം, അതായത് ജന്മദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7 ആണ് അല്ലെ. ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഓക്കെ അല്ലേ? അടുത്ത 2025 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഐറിസ് റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ്? എന്താണ്? 2025 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ഒരു റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. ആ റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഐറിസ് റോക്കറ്റ് ആണ് കേട്ടോ. ഐറിസ് എന്നാണ് റോക്കറ്റിന്റെ പേര്. ആ റോക്കറ്റ് ഏത് രാജ്യത്തിന്റെയാണ്? ഓസ്ട്രേലിയയുടെയാണ് കേട്ടോ. ഓസ്ട്രേലിയ. ഓക്കെ അല്ലേ? അടുത്ത, ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധനം, അത് ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയാണ് നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. അടുത്തത്, M.T. വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് ആരാണ്? M.T. വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് K. ശ്രീകുമാർ ആണ്. K. ശ്രീകുമാർ പഠിച്ചു വെച്ചേക്കണം. M.T. വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് ആരാണ്? K. ശ്രീകുമാർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് നോക്കുക. ഓക്കെ. അടുത്ത നോക്കിക്കേ, 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം എന്ത് പുരസ്കാരമാണ്? ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണത്? KR മീരയാണ്. ഓക്കെ. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീരയാണെന്ന് നോക്കുക. അടുത്തത്, 2025 മാറ്റി ഡോഗൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യത്തെ ഇന്ത്യക്കാരി. എന്ത് പുരസ്കാരമാണ്? മാറ്റി ഡോഗൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. ആരാണത്? KG സന്ധ്യയാണ്. ആരാണ്? KG സന്ധ്യ. ഓക്കെ. അടുത്തത്, അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ് ബോട്ട്. അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ബേബി ഗ്രോക്ക്. എന്നാണ് പേര്? ബേബി ഗ്രോക്ക്. അപ്പൊ അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ബേബി ഗ്രോക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കടുവ സാന്ദ്രതയിൽ 3-ാം സ്ഥാനത്ത് ഉള്ള ടൈഗർ റിസർവ് ഏതാണ്? 3-ാം സ്ഥാനമാണ്. 3-ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ്. ഉത്തരാഖണ്ഡിലാണെന്ന് അറിയാലോ. അപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കടുവ സാന്ദ്രതയിൽ എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ്. ഓക്കെ. കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടു ഏതാണ്? അതിന്റെ പേരെന്താണ്? കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിന്റെ പേരാണ് സൊമ്മ്. എന്താണ് പേര്? സൊമ്മ്. മറക്കരുത്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നിഘണ്ടുവിന്റെ പേരാണ് സൊമ്മ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോക്കിക്കേ, പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് ജേതാവ്. എന്താണ്? പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് ജേതാവ് ആരാണത്? നമ്മുടെ മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ആണ് പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് ജേതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ്? എന്താണ്? 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ഏതാണ്? ധരാലി ഗ്രാമം. ഏതാണ്? ധരാലി ഗ്രാമമാണ് മിന്നൽ പ്രളയം 2025 ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് ഓർക്കുക. അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്.
ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം കൊണ്ട് ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. 2025 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഐറിസ് റോക്കറ്റ് ഏത് രാജ്യത്തിന്റെയാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയുടെയാണ്. ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. MT വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് K ശ്രീകുമാറാണെന്ന് ഓർക്കുക. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീരയാണ്. 2025 മാറ്റിയിടോകൾ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയാണ് KG സന്ധ്യ. അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ്ബോട്ടാണ് ബേബി ഗ്രോക്ക് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കടുവ സാന്ദ്രതയിൽ മൂന്നാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ് ചിംകോർബറ്റ് ടൈഗർ റിസർവ്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിന്റെ പേര് സൊമ്മാണ്. സൊമ്മ്. പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി ഗ്രാമം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കുറേശ്ശെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ആയാൽ നമുക്ക് പാടായിരിക്കും. അതുകൊണ്ട് അന്നത്തെ ക്ലാസ് അന്നന്ന് തന്നെ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.